എല്ലാ ദിവസവും ഞാൻ ഫുട്ബോൾ ന്യൂസുകൾ പറയാറുണ്ടെങ്കിലും പക്ഷേ ഇന്നത്തെ വാർത്ത ഇട്ട് പറയുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് ഉണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ ഒരു താരം, നമ്മുടെ ISL മണ്ണിൽ നിന്നും കളിച്ചു പോയ ഒരാൾ ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്റ്റേജായ ഫിഫ വേൾഡ് കപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതെ, നമ്മുടെ KBFCയുടെ മുൻ താരം ഡക്കൻ നാസോൺ അവന്റെ രാജ്യമായ ഹൈത്തിയാണ് ലോകകപ്പിലേക്ക് നയിച്ചത്. എന്നാൽ ഇതൊരു നോർമൽ വാർത്തയാണ്, ഇതൊരു ഇൻസ്പയർഡ് ജേണി അല്ലേ? നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു റിമൈൻഡർ ആണ്. കഷ്ടപ്പാട് ചെയ്താൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ലൈഫ് നിനക്ക് ഒരു ദിവസം സ്റ്റേജ് തന്നെ മാറ്റിത്തരും. 2016 ISL സീസണിലാണ് ഡക്കൻ നാസോൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതെന്ന് നമ്മിൽ പലർക്കും ഓർമ്മയുണ്ടാവാം. വലിയ പേരൊന്നുമല്ലായിരുന്നു അന്ന്, പക്ഷേ ആറ്റിറ്റ്യൂഡ്, ഹങ്കർ, ഫൈറ്റ് എന്നിവയെല്ലാം അവന്റെ ഫുട്ബോൾ സ്റ്റൈലിൽ ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞവർക്കെല്ലാം ഒരു കേരള ഹെർട്ട് ബീറ്റ് കിട്ടുന്നുണ്ടല്ലോ, അതുപോലൊരു ബോണ്ടിങ് ആണ് നെസോണിനും ഉണ്ടായിരുന്നത്. അവൻ KBFCയിൽ വലിയ ഗോൾ മെഷീൻ ആയിരുന്നില്ല, പക്ഷേ ഒരു കാര്യത്തിൽ അവൻ മാസീവ് ആയിരുന്നു: ഹാർഡ് വർക്ക് ആൻഡ് മെന്റാലിറ്റി. ഫുട്ബോൾ കരിയർ ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ അല്ല. വിജയം, പരാജയം, പരിക്ക്, ബെഞ്ച്, ട്രാൻസ്ഫർ എല്ലാം ഇടം കലർത്തിയ പാതയാണ്. പക്ഷേ ഡക്കൻ നാസോൺ ഒരിക്കലും നിൽക്കാനില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വിട്ടതോടെ അവൻ നല്ല ലീഗുകളിൽ പോയി, ക്ലബ്ബ് മാറ്റി, പുതിയത് പഠിച്ചു, ഗോൾസ് നേടി, കോൺഫിഡൻസും ബിൽഡ് ചെയ്തു. അവന്റെ കൺസിസ്റ്റൻസിയാണ് ഹൈറ്റിയുടെ ദേശീയ ടീമിൽ വലിയൊരു റോൾ പ്ലേ ചെയ്തത്.